നിർമ്മിച്ചിട്ട് കാൽ നൂറ്റാണ്ടായിട്ടും ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ കാടുകയറി നശിച്ച് ചാവക്കാട് കടപ്പുറം മത്സ്യഭവൻ കെട്ടിടം. ആർ.എച്ച്. ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മത്സ്യഭവൻ കെട്ടിടം അധികൃതരുടെ അവഗണന മൂലം നശിക്കുകയാണ്. കെട്ടിടം നിർമ്മിച്ച് കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടെ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാത്തതാണ് കെട്ടിടം കാടുകയറി നശിക്കാനും ഒരു ഭാഗം ഭാഗികമായി തകർന്നു വീഴാനും കാരണമായത്. 2001 കടപ്പുറം പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മത്സ്യഭവൻ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ കാൽ നൂറ്റാണ്ടുകാലമായിട്ടും ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ പോലും നിയമിക്കാൻ അധികൃതർ തയ്യാറായില്ല. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കടപ്പുറം പഞ്ചായത്ത്. സ്വന്തം പഞ്ചായത്തിൽ മത്സ്യഭവൻ കെട്ടിടം ഉണ്ടായിട്ടും ആനുകൂല്യങ്ങൾക്കും മറ്റുമായി പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകൾ താണ്ടി ചാവക്കാട് നഗരസഭയിലുള്ള ഫിഷറീസ് ഓഫീസിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്നതിനാൽ കെട്ടിടവും പരിസരവും പൂർണ്ണമായും കാടുകയറി കെട്ടിടത്തിന് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കണമെന്നും മത്സ്യഭവനിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും മത്സ്യത്തൊഴിലാളി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമെന്നോണമാണ് കടപ്പുറം പഞ്ചായത്തിൽ സ്വന്തമായിട്ടൊരു കെട്ടിടം മത്സ്യത്തൊഴിലാളികൾക്കായി പണിതത്. എന്നാൽ അത് ഉപയോഗശൂന്യമായി കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ബിൽഡിംഗ് നിലകൊള്ളുന്നത്. അടിയന്തരമായി സംസ്ഥാന സർക്കാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അടിയന്തരമായി ആ ഓഫീസിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ആ ഓഫീസിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി ഉപകാരപ്രദമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുക.